നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു എന്താണ് സെൻട്രൽ ആംഗിൾ 180നേക്കാൾ കൂടുതലോ കുറവോ ആയി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഏതെങ്കിലും ആർക്കല്ലാത്ത മറ്റ് ആർക്കിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഉൾപ്പെടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. ഇനി വേറൊരു സിറ്റുവേഷൻ വരികയാണ്, സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആർക്ക് വരുന്നത്, ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ ആർക്കിലല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് എത്രയായിരിക്കും? ഇതുപോലെ 180 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണല്ലോ. 90 ഡിഗ്രി കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മറ്റേതെല്ലാം പ്രൂവ് ചെയ്യണ പോലെ തന്നെ നമ്മളിതുപോലെ ഒരു സർക്കിൾ വരച്ചു. സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രലിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കും അല്ലേ, ഡയാമീറ്ററാണ് അവിടെ വരിക അല്ലേ. അപ്പോൾ ഇത് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഇതുപോലെ ഈ ഒരു ആംഗിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഈ ഒരു ലൈൻ ജോയിൻ ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സ് ഡിഗ്രിന്നും വൈ ഡിഗ്രിന്നും നമ്മളതിനെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ജനറലായിട്ട് എക്സ് ഡിഗ്രി വൈ ഡിഗ്രി എടുത്തതാണ്. ഇനി നമ്മളെന്ത് ചെയ്യാണ്? നമുക്കിപ്പോൾ ഇവിടെ മറ്റേതെല്ലാം പ്രൂവ് ചെയ്ത പോലെ തന്നെ അല്ലേ, ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. കാരണം ഇതിപ്പോൾ സെൻട്രൽ ആണെങ്കിൽ ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസാണ്. അപ്പോൾ രണ്ട് സൈഡ് അവിടെ ഈക്വലാണ്. അതുപോലെ ഈ ട്രയാങ്കിളിന് അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഈ സൈഡ് റേഡിയസ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വലാണ്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ അതിന് അതിന് ഓപ്പോസിറ്റുള്ള രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും എക്സ് ഡിഗ്രി. അതുപോലെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇതും വൈ ഡിഗ്രി. അപ്പം നമുക്ക് എന്ത് പറയാം? നമുക്കറിയാം ഒരു ട്രയാങ്കിൾ 3 ആംഗിളാണ് ഉള്ളത് അല്ലേ. ആ 3 ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ ഇത് എക്സ് ഡിഗ്രി ഒരു ആംഗിൾ, മറ്റേ ആംഗിൾ വൈ ഡിഗ്രി. ഇവിടുത്തെ ആംഗിൾ എത്ര വരും? എക്സ് പ്ലസ് വൈ വരും അല്ലേ. അപ്പോൾ അത് 3 കൂടി കൂട്ടുമ്പോൾ 180. അപ്പോൾ ഇത് എത്ര? 2x + 2y = 180. 2 നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 2 × x + y = 180. അതായത് x + y = 180 / 2, അതായത് 90 ഡിഗ്രി എന്ന് കിട്ടി. ഈ x + y അല്ലേ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ നമുക്കതിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് കിട്ടി? അതിൻ്റെ ഹാഫ് തന്നെയാണ്, അതായത് 90 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു ഇത്രയും ദിവസങ്ങളായിട്ട്? നമ്മുടെ സെൻട്രൽ ആംഗിൾ നമ്മൾ ഇതുപോലെ എടുത്തു അല്ലേ, ചെറിയൊരു ആംഗിളായിട്ട് എടുത്തു. പിന്നെ അതിൻ്റെ ഒരു ലൈൻ ഡയാമീറ്ററിൽ കൂടെ കടന്നു പോകുന്നത് കണ്ടു. പിന്നെ സെൻട്രൽ ആംഗിളിൽ നിന്ന് താഴത്തേക്കായിട്ടാണ് നമ്മൾ ആംഗിൾ എടുത്തല്ലേ, കുറച്ചുകൂടി ലോവർ ആക്കിയിട്ട് നമ്മൾ എടുത്തു. പിന്നെ ഇതേപോലെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആയിട്ട് എടുത്തു. പിന്നെ സെൻട്രൽ ആംഗിൾ 180നേക്കാൾ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി അല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷനും എല്ലാ സിറ്റുവേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാത്തിനും നമുക്ക് എന്ത് കിട്ടി? സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും അതിന് പുറത്തെ ഒരു പോയിന്റിൽ അതിൻ്റെ എൻഡ് പോയിന്റ്, ആർക്കിൻ്റെ എൻഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആ ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഒന്നും കൂടി പറയാം. നമ്മൾ പഠിച്ച ഒരു പോയിന്റ് നമുക്ക് ഒന്നും കൂടി പറയാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, സെൻട്രൽ ആംഗിളിൻ്റെ പുറത്ത്, ഇപ്പോൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പം ഈ ഒരു ആർക്കാണ് അല്ലേ, ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇത്, ഇതിൻ്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ആർക്കല്ലാതെ ഈ മറ്റേ ആർക്കിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അല്ലാതെ ആ ആർക്കിലുള്ള ഒരു പോയിന്റ് അല്ല, ഔട്ട് സൈഡിലുള്ള ഒരു പോയിന്റ് ആയിരിക്കണം കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ തന്നിട്ട് അതിൻ്റെ ഹാഫാണ് ഇവിടെയുള്ള ഒരു ആംഗിൾ എന്ന്, ഇപ്പോൾ ഈ ഒരു ആംഗിൾ ഇതിൻ്റെ ഹാഫാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് നമുക്കിപ്പോൾ എന്ത് പറയാം? ഇഫ് ദ എൻഡ് ഓഫ് എൻ ആർക്ക് ഓഫ് എ സർക്കിൾ ആർ ജോയിൻഡ് ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിച്ച് ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദ ആർക്ക് ഇറ്റ്സെൽഫ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ആർക്കിലത്തെ പോയിന്റ് അല്ല, മറ്റേ ആർക്കിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് ആ എൻഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ പഠിച്ചത് ഇഫ് ദ എൻഡ്സ് ഓഫ് എ സെമി സർക്കിൾ ആണ് ജോയിൻ ചെയ്യണത് അനദർ പോയിന്റ് ഓൺ ദ സർക്കിൾ ദ ആംഗിൾ മേഡ് ഈസ് എ റൈറ്റ് ആംഗിൾ. അത് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിട്ട് എന്ത് പറയാം? ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ അല്ലേ. ഒരു സെമി സർക്കിളിലെ ഏതൊരു ആംഗിൾ എടുക്കുമ്പോഴും സെമി സർക്കിളിൽ നമുക്കിവിടെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി കിട്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ മറ്റേ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അതായത് സെമി സർക്കിളിലെ ഏതൊരു പോയിന്റിലത്തെ ആംഗിൾ നമ്മൾ ചെക്ക് ചെയ്താലും അതെന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും.
ഇനി ഈ ഒരു റിസൾട്ടുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇതായിട്ട് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അത് ഡ്രോ ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെ 2-3 ആപ്ലിക്കേഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പോൾ തന്നെ ഒരു കണ്ടോ ഒരു സർക്കിൾ നമ്മളിവിടെ ഒരു സെൻറ്ററിൽ 45 ഡിഗ്രി ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് ഡിഗ്രി ആയിട്ടുള്ളത്, അതായത് 45 ആണെങ്കിൽ 22.5 ഡിഗ്രി ആയിട്ടുള്ള ഒരു ആംഗിൾ നമുക്കിവിടെ വരയ്ക്കണം ഈ ഒരു സർക്കിളിലായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈൻ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഇതിലെ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ടല്ലോ, ഈ ഒരു പോയിന്റിലേക്ക് നമ്മളിത് വരയ്ക്കാൻ പോവുകയാണ്. കണ്ടോ? ഇങ്ങനെ വരയ്ക്കുമ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ ഇത് നമ്മളൊരു ആർക്കായിട്ട് എടുക്കുക. അപ്പോൾ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 45 ഡിഗ്രി. അപ്പോൾ ആർക്കിൻ്റെ ഈ 2 പോയിന്റുകൾ നമ്മൾ ഏതെങ്കിലും അതിനെ മറ്റേ ആർക്കിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്നത് അല്ലേ. അതെന്താണ് നമ്മൾ പഠിച്ചത്? ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതെന്താണ്? 22.5 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ വളരെ ഈസി ആയിട്ട് അല്ലേ നമുക്ക് അവിടെ അതിൻ്റെ ഒരു ഹാഫ് തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഒരു ഹാഫ് ഡിഗ്രി ആംഗിൾ ആയിട്ടുള്ളതൊരു ആംഗിൾ നമുക്കിവിടെ വരയ്ക്കാനായിട്ട് സാധിച്ചു അല്ലേ. ഇനി നമുക്ക് അടുത്തൊരു ആപ്ലിക്കേഷൻ പറയണത്, നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ സ്പെസിഫൈ ആംഗിൾ, ഇപ്പോൾ ആംഗിൾ A 3 ആണ്, ആംഗിൾ B 3 ആണ്, ആംഗിൾ C 3 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ആ ട്രയാങ്കിൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അളവുകൾ എന്ന് പറയുന്നത് ഒന്ന് 50 ഡിഗ്രി, ഒന്ന് 60 ഡിഗ്രി, ഒന്ന് 70 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 3 അളവ് വെച്ചിട്ട് നമ്മളൊരു ട്രയാങ്കിൾ നമുക്കൊരു സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇവിടെ 50 ഡിഗ്രി വരണമെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ അതിന് പുറത്തുള്ള ഒരു ആംഗിൾ എത്രയായിരിക്കും? അതിൻ്റെ ഹാഫ് 50 ഡിഗ്രി അല്ലേ. ഇനി നമുക്ക് ഇവിടെ 120 ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ എത്ര വേണം? ട്രയാങ്കിളിൻ്റെ 60 ഡിഗ്രി. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര വേണം? 120 ഡിഗ്രി അല്ലേ. അതേപോലെ ഈ ഒരു സൈഡ് നമുക്ക് 70 ഡിഗ്രിയാണ് അല്ലേ, 70 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? 140 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആംഗിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സെൻട്രൽ ആംഗിളാണ് ഫോക്കസ് ചെയ്യുന്നത്. സെൻട്രൽ ആംഗിൾ 100, 120, 140 വെച്ചിട്ട് നമ്മൾ എടുക്കണം. ഇത് എത്രയാണോ തന്നിരിക്കുന്നത് അതിൻ്റെ ഡബിൾ സെൻട്രൽ ആംഗിൾ. അതിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ നോക്കി. ഇതിൽ 3 നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, 2 നമ്മൾ വരച്ച് കഴിഞ്ഞാൽ 3ാമത്തെ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൽ വരും അല്ലേ. അതിന് വേണ്ടി ആദ്യം നമ്മൾ എന്ത് വരയ്ക്കാൻ പോകണം? നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരച്ചു. അതിൻ്റെ സെൻറ്ററിൽ ഇവിടെ മാർക്ക് ചെയ്തു. സെൻറ്ററിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഈ ലൈനിൽ നമ്മുടെ പൊട്രാക്ടർ വെക്കുക. ഈ പോയിന്റിലും ഈ ലൈനിലും കൂടിയിട്ട് വരുന്ന രീതിയിൽ നമ്മുടെ പൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ട് 100 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ലൈൻ എന്ത് ചെയ്തു? ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 100 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിൽ തന്നെ വീണ്ടും നമ്മൾ പൊട്രാക്ടർ ഈ സൈഡിലേക്ക് ആക്കിയിട്ട് വെക്കുക. ഇവിടെ പോയിന്റിലും ഈ ലൈനും കൂടി വരുന്ന രീതിയിൽ വെച്ചിട്ട് അടുത്ത് നമുക്ക് 120 ഡിഗ്രി വരണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ 120 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അവിടെ പോയിന്റ് ഇട്ടു. എന്നിട്ട് ആ ഒരു ലൈൻ നമ്മളവിടെ വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് 100ഉം കിട്ടി, ഇത് 120 കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എത്രയായിരിക്കും? 1. നമുക്ക് ബാക്കി പിന്നെ എത്ര ഉണ്ടായിരുന്നത്? ബാക്കി നമുക്ക് മൂന്നാമത്തേത് എത്രയായിരുന്നു? മൂന്നാമത്തത് നമുക്ക് വരയ്ക്കാനുണ്ടായിരുന്ന എത്ര? 50, 60, 70. അപ്പോൾ 140 അല്ലേ, 140 ഡിഗ്രി. അപ്പോൾ അടുത്ത് നമുക്കിത് 140 ഡിഗ്രി. അത് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇത് മൊത്തത്തിൽ നമുക്കറിയാം 360 ഡിഗ്രി ആണെന്ന്. അപ്പോൾ ഒന്ന് 100ഉം ഒന്ന് 120 വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് എത്രയായിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. അപ്പോഴാണല്ലോ 3 കൂടി ആഡ് ചെയ്യുമ്പം 360 കിട്ടണത്. അപ്പം അത് നമുക്ക് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയില്ലേ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കണ്ടോ, നമ്മൾ ഈ ലൈനുകൾ കണ്ടോ, ഇതിവിടെ ജോയിൻ ചെയ്തു. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കിയിട്ട് ജോയിൻ ചെയ്തു. നോക്കിയേ, അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് മാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കി, ഇത് നമ്മുടെ 50 ഡിഗ്രി, 100ൻ്റെ ഹാഫ്. പിന്നെ ഇത് എത്രയാണ്? ഇത് നമ്മുടെ 60 ഡിഗ്രി, ഇത് നമ്മുടെ 140 ആണ്, ഇതിവിടെ നമ്മുടെ 70 ഡിഗ്രി ആയിട്ട്. കേട്ടോ, വളരെ ഈസി ആയിട്ട് നമ്മളൊന്നും ചെയ്തില്ല. വെറുതെ സെൻട്രൽ ആംഗിൾ 2 അവിടെ നമ്മൾ പൊട്രാക്ടർ എടുത്തിട്ടൊന്ന് വരച്ചു കൊടുത്തു. അത്ര മാത്രം അവിടെ ചെയ്തുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു പർട്ടിക്കുലർ ലൈൻ നമ്മൾ വരച്ചു. ഈ ലൈനിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു റൈറ്റ് പോയിന്റ്, എൻഡ് പോയിന്റ് എടുത്തു. ഈ എൻഡ് പോയിന്റ് നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത് പഠിച്ച റിസൾട്ട് എന്തായിരുന്നു? ഏത് സെമി സർക്കിൾ എടുത്താലും അതിലത്തെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആയിരിക്കും. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ റൈറ്റ് ആൻഡിൽ നിന്ന് വേണം നമുക്ക് എന്ത് വരയ്ക്കാൻ? നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റൈറ്റ് എൻഡ് പോയിന്റ്, ഈ പോയിന്റ് സർക്കിളിലത്തെ ഒരു പോയിന്റ് ആവണ രീതിയിൽ നമ്മൾ ഇത് കൂടെ ഒരു സർക്കിളാണ്ട് വരച്ചു കൊടുക്കുക ഏതെങ്കിലും ഒരു അളവിൽ. നമ്മളിപ്പോൾ അത് കോമ്പസ് നമ്മളിവിടെ വെക്കുമ്പോൾ പെൻസിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. പിന്നെ ഇതിലത്തെ ഒരു പോയിന്റും കൂടി അവിടെ ടച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കോമ്പസ് വെച്ചു, എന്നിട്ട് പെൻസിൽ ഇവിടെ വെച്ചിട്ട് ഈ എൻഡ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ്, അപ്പോൾ ഇത് കുറേ ഇങ്ങനെ വലുതാക്കരുത്, കാരണം ഇതിലത്തെ ഒരു പോയിന്റും കൂടി നമുക്കിവിടെ കിട്ടണം. ഈ ഒരു പോയിന്റും പിന്നെ ഈ ലൈനിലത്തെ വേറൊരു പോയിന്റും അപ്പോൾ അത് രണ്ടും ടച്ച് ആവുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം, സർക്കിൾ വരച്ചതിന് ശേഷം ഇവിടെ നമുക്ക് കണ്ടോ ഒരു പോയിന്റ് കൂടി ഇവിടെ ടച്ച് ആയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് സെൻറ്റർ നമുക്കറിയാലോ, ഈ സെൻറ്ററിൽ കൂടെ നമ്മൾ എന്ത് ചെയ്ത് വരച്ചു കൊടുക്കുക, ഒരു ഡയാമീറ്റർ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിനെ സെമി സർക്കിൾ ആയില്ല ഇത്. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടെ ടച്ച് ചെയ്തു അല്ലേ, ഈ ടച്ച് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ജസ്റ്റ് നേരെ ഒരു ലൈൻ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതൊരു പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. കാരണം ഇതൊരു സെമി സർക്കിളാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ സെമി സർക്കിളത്തെ ഒരു ആംഗിളാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയത്. അത് എത്രയാണെന്ന് നമ്മളിപ്പോൾ കണ്ടത്, 90 ഡിഗ്രി. അപ്പോൾ ഇത് എന്തായിരിക്കും, 90 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ലൈൻ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും കണ്ടോ. അപ്പോൾ നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ 90 ഡിഗ്രി എടുക്കുക ഒന്നും ചെയ്തില്ല, വളരെ ഈസി ആയിട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ അവിടെ വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു 2 റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് പേജ് നമ്പർ 46-ലുണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്